ടോക്സിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സുനിൽ മത്തായിയാണ്. നമസ്കാരം സാർ. മലയാളികൾ ട്രേഡിങ്ങിന് ഒരു ഗാംബ്ലിംഗ് എന്ന രീതിയിൽ കാണാറുണ്ട്. സാർ ഒരു എഞ്ചിനീയറിംഗിൽ നിന്ന് ഒരു ട്രേഡിങ്ങിലേക്ക് ഫുൾ ടൈം ആയി മാറി. അപ്പം എങ്ങനെയാണ് ഈ ചിന്താഗതിയെ മാറ്റാൻ വേണ്ടി സഹായിച്ചത്? ഇത് മലയാളികളൊന്നല്ല, മനുഷ്യൻ്റെ ബേസിക് ആണ് ഗാംബ്ലിംഗ് എന്നുള്ളത്. അത് ട്രേഡിംഗ് ആണെങ്കിലും ഇനി നോർമൽ ഗാംബ്ലിംഗ് ആണെങ്കിലും ഒരു ഗാംബിൾ ചെയ്യാന്നുള്ളതൊരു ബേസിക് നേച്ചറാണ്. ഞാൻ ആക്ച്വലി സാധാരണ ഏതൊരാളെ പോലെ തന്നെ ഒരു ലോസ് മേക്കിങ്ങിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റേജിൽ വെച്ച് നമ്മൾ തിരിച്ചറിയായിരുന്നു ട്രേഡിംഗ് എന്ന് പറയുന്നത് ആസ് എ ബിസിനസ് ആണെന്നും റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന ഒരു ഗെയിമിലാണ് ട്രേഡിംഗ് വിജയിക്കുക എന്നാണ്. പിന്നെ ആ രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്തിട്ടും ആ രീതിയിലുള്ള ക്വാണ്ട് അനാലിസിസ് ചെയ്യുമ്പോഴാണ് ട്രേഡിങ്ങിൽ നമ്മൾ പയ്യെ സക്സസ് ആയി തുടങ്ങിയത്. അതിന് എന്നെ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് കുറച്ച് മെന്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബുക്സ് ഉണ്ട്. ഇതൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ട്രേഡിംഗിലേക്ക് വരുന്നവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് 1-2 ബുക്കുകൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ആളുകൾ വായിക്കുന്നവർ ഭയങ്കര കുറവായിരിക്കും. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടോം ഹാർഡിന്റെ ദി ബെസ്റ്റ് ലൂസർ ക്യാൻ വിൻ എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ട്, അത് ഞാൻ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ജെസ്ലി വിൽമോറിന്റെ കുറച്ച് ബുക്സ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബുക്സ് ഉണ്ട്. അതുപോലെ തന്നെ വില്യം ഒനൈൽ എന്ന് പറയുന്ന ഒരു ഓതർ ഉണ്ട്, അദ്ദേഹത്തിന്റെ കുറച്ച് ബുക്സ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവരുടെയൊക്കെ എല്ലാം വേൾഡിലെ ടോപ്പ് സെല്ലിംഗ് ബുക്സ് ആണ്. ഇത്തരത്തിലുള്ള ബുക്സിൽ നിന്നാണ് ആക്ച്വലി എന്താണ് ട്രേഡിംഗ് അല്ലെങ്കിൽ എന്താണ് റിസ്ക് റിവാർഡ് എന്നുള്ളൊരു ഐഡിയ ഒക്കെ ഫസ്റ്റ് വരുന്നത് അതിൽ നിന്നാണ്. ആ ബുക്സുകളൊന്ന് മെയിൻലി നോക്കിയാൽ മതി. പലപ്പോഴും റീറ്റെയിൽ ട്രേഡർമാർക്കെതിരെ നിൽക്കുന്ന സ്മാർട്ട് മണി, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അവരുടെ നീക്കങ്ങളെ ചാർട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുമോ? നമുക്ക് അങ്ങനെ ഇവരുടെ ഫുട് പ്രിന്റ്സ് ഒക്കെ ചാർട്ടിൽ നിന്ന് റീഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പൊതുവെ പറയും. പക്ഷെ ഇതൊക്കെ ആക്ച്വലി പലരും മിസ്സെല് ചെയ്യാനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ടൈംസുകളും ഉണ്ട്. ആക്ച്വലി നമുക്ക് ചാർട്ടിൽ നിന്ന് ഡിമാൻഡ് സപ്ലൈ അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് എപ്പോഴും അങ്ങനെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തൊന്നുമില്ല. 100% അതങ്ങോട്ട് റീഡ് ചെയ്തിട്ട് അതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര പ്രോഫിറ്റബിൾ ആയാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ചില പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യും, ആ പാറ്റേൺസിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യും, റിവാർഡ് കാൽക്കുലേറ്റ് ചെയ്യും. ആ റിസ്ക് റിവാർഡ് എത്രയുണ്ടെന്ന് ഒരു 1:3 1:4 ഡിഫൈൻ ചെയ്തിട്ട് ഇതിൻ്റെ എഫിഷ്യൻസി എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ഫോളോ ചെയ്യാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലൈൻഡ്ലി ഇതിനെ നമ്മൾ വിശ്വസിച്ച് ഇത് ഫോളോ ചെയ്യാം. ഇതിൻ്റെ സിസ്റ്റം നമുക്ക് പ്രോഫിറ്റ് ലോസ് എന്താണെന്ന് വെച്ച് തന്നോളൂ. ട്രേഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം, ഒന്ന് നമ്മളങ്ങ് തകർന്നു പോകുമ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്നതാണല്ലോ. അത്തരം കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അത് ഏത് ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. ആക്ച്വലി ഇപ്പോൾ അറിയില്ല, അതൊരു ഹോട്ടൽ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേ സിറ്റുവേഷൻ തന്നെ വരും. ഇതേ വിന്നിങ് റേറ്റ് തന്നെയാണ് ഏതൊരു ബിസിനസ്സിലും ആക്ച്വലി ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തുടങ്ങുന്ന 10% ബിസിനസ്സുകൾ വിജയിക്കുന്നുള്ളൂ, 90% ബിസിനസ്സുകൾ പരാജയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? കറക്റ്റായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി ഇല്ല, മെൻറ്റർ ഇല്ല, സിസ്റ്റം സപ്പോർട്ട് ഇല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. ട്രേഡിങ്ങിലും വേണ്ടത് നല്ലൊരു റൈറ്റ് മെൻറ്ററെ കണ്ടുപിടിക്കുക, സിസ്റ്റമാറ്റിക് ആവുക, നോളജ് അക്യൂർ ചെയ്യുക, ഇവോൾവ് ആയിക്കൊണ്ടേയിരിക്കുക. ഇത് മാത്രമാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓപ്ഷൻ ബൈങ്ങിനേക്കാളും ഓപ്ഷൻ സെല്ലിംഗ് ആണ് നല്ലതെന്ന് സാർ എപ്പോഴും പറയാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഓക്കെ, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം ഓപ്ഷൻസിലോട്ടേ നോക്കാൻ പാടില്ല. സോ സ്വിംഗ് ട്രേഡിങ്ങോ ലോങ് ടൈം ട്രേഡിങ്ങോ ആണ് ഏറ്റവും നല്ലത്. കാരണം മാർക്കറ്റ് റൺ ചെയ്യുന്ന സമയത്ത് ഡിസിഷൻ മേക്ക് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കേണ്ട ഒരു നല്ല ഡിസിഷൻ മേക്കർക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഇതുണ്ടെങ്കിൽ മാത്രമാണ് ഓപ്ഷൻസിൽ വിജയിക്കും. ഇതിൽ തന്നെ ലെസ് ഐക്യു വേണ്ട അല്ലെങ്കിൽ ലെസ് എക്സ്പീരിയൻസ് വേണ്ട സാധനം ഓപ്ഷൻ സെല്ലിംഗ് ആണ്. അവിടെ അതും ശരിയായി കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈങ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ക്വിക്കായിട്ട് ഡിസിഷൻ വേണം. അപ്പം നമ്മൾ എത്രയും കേപ്പബിൾ ആകുന്നോ അത്രയും കേപ്പബിൾ ആയവർ മാത്രം ഓപ്ഷൻ ബൈങ്ങിലോട്ട് പോയാൽ മതി. സോ നിങ്ങൾക്ക് അത്രയും കേപ്പബിലിറ്റിയിലോട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാം. അല്ല എന്ന് നമ്മൾ സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ചുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ്. നിഫ്റ്റി അനാലിസിസ് ചെയ്യുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിനാണോ ലോക്കൽ മാർക്കറ്റിനാണോ സാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? ഓക്കെ, ഇത് ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യത്തിനെക്കുറിച്ച് ഞാൻ കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അത് നല്ല ട്രേഡറാണ്. അദ്ദേഹം ഒരു ന്യൂസ് നോക്കാതെ ചാർട്ട് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഹി ഈസ് മേക്കിംഗ് മണി. ഓക്കെ, ഞാൻ കുറേ ഗ്ലോബൽ കാര്യങ്ങൾ നോക്കാറുണ്ട്, ഓവറോൾ സ്ട്രക്ചറും കാര്യങ്ങളും നോക്കിയിട്ട് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ഞാനത് ഏറ്റവും കൂടുതൽ പരിഗണിക്കുക. ഇപ്പോൾ ട്രേഡിങ്ങിൽ ഞാനും ചാർട്ട് മാത്രം പ്രയോറിറ്റി കൊടുത്തിട്ടാണ് എപ്പോഴും നോക്കാറ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിന് എന്തുമാത്രം വിന്നിങ് റേറ്റ് ഉണ്ട്, അൾട്ടിമേറ്റ്ലി നമ്മൾ കാശ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇന്നത്തെ കാലത്ത് ആൽഗോ ട്രേഡിംഗ് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യാറുണ്ട്. കാരണം ഇപ്പം ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിൽ എൻ്റെ ഇമോഷൻസ് ഭയങ്കര പ്രാധാന്യമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ആൽഗോ ട്രേഡിങ്ങിൻ്റെ പ്രാധാന്യം അത് എങ്ങനെ സഹായിക്കും? സോ അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇമോഷൻസിന് അവിടെ പ്രാധാന്യമൊന്നുമില്ല.
സിസ്റ്റത്തിനെ ഏൽപ്പിക്കുക, ആ സിസ്റ്റത്തിനെ ബിലീവ് ചെയ്യണം. സിസ്റ്റത്തിനെ ഏൽപ്പിച്ചിട്ട് ഇടയ്ക്ക് പിന്നെയും നമ്മൾ പോയിട്ട് ഇതിൻ്റെ ഇടയ്ക്കിടെ ഇന്നത്തേക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നാളെ ഇത് വേണ്ട, നാളെ ട്രംപ് എന്തെങ്കിലും പറഞ്ഞു എങ്കിൽ ഇന്നത്തേക്ക് എന്റെ ആൽഗോ സിസ്റ്റം ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ അന്നേരം നമുക്ക് 2% പ്രോഫിറ്റ് കിട്ടുന്നത്, ആ പ്രോഫിറ്റ് നമുക്ക് മിസ്സാവും. സിസ്റ്റത്തിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ 100% സിസ്റ്റത്തിനെ ബിലീവ് ചെയ്യാം. എന്തെങ്കിലും ഗ്ലിച്ചോ എററോ വരുന്നുണ്ടെന്നോ മാത്രം മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കും. എപ്പോഴും എല്ലാവരും ഒരു ട്രേഡിംഗ് നടത്തുമ്പോൾ അതിനുള്ളിൽ ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ സാർ എപ്പോഴും പറയുന്നതും റിസ്ക്കും മൈൻഡ് സെറ്റും ആണ്, കൂടുതൽ പ്രാധാന്യം അതിന് നൽകണം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ തുടക്കക്കാരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ആദ്യം ഒരു ക്വാണ്ടിറ്റിയിൽ 100 ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസിൽ ഒന്ന് സർവൈവ് ആവട്ടെ. ഒരു 6 മാസം ലോസ് ഇല്ലാതെ ഈ സ്പേസിൽ നിന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ റൈറ്റ് നമ്മൾ ട്രാക്ക് ചെയ്താൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ട്രേഡിങ്ങിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ റിവാർഡ് എത്രയുണ്ടെന്ന് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് റിസ്ക് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എല്ലാ കാര്യത്തിലും, ലൈഫിലും ട്രേഡിങ്ങിലും എല്ലാത്തിലും നമുക്ക് അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ ലൈഫിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എന്ത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് മാത്രമൊന്നുമല്ല, ഇത് ചെയ്താൽ ഇത്രയും റിസ്ക് കൂടെ ഉണ്ട്, ഇത്ര റിവാർഡ് എനിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പ്ലാൻ ചെയ്തിട്ടാണ്. ട്രേഡിംഗിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ ഇപ്പം മലയാളി യുവാക്കൾ കൂടുതലും ഫോറക്സ്, ക്രിപ്റ്റോ ഇത്തരം മാർക്കറ്റുകളിലേക്ക് തിരിയാറുണ്ടല്ലോ. അപ്പം നമ്മുടെ ഓഹരി വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ഗവൺമെന്റ് അടിക്കടി കൂടുന്ന ടാക്സ് കാര്യങ്ങളൊക്കെ ഇതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ കഷ്ടപ്പെട്ട് ട്രേഡ് ചെയ്തിട്ട് ഇത്രയും ടാക്സ് ഗവൺമെന്റിന് കൊടുക്കണോ എന്നുള്ള ചോദ്യം പല ആളുകളെയും ക്രിപ്റ്റോയിൽ ഇപ്പോൾ ടാക്സ് ഉണ്ട്, ഫോറക്സിലോട്ട് ഒക്കെ തിരിക്കുന്നുണ്ട്. പക്ഷെ അതിവിടെ പലതും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നമ്മുടെ മണി സെക്യൂരിറ്റി അവിടെ വലിയൊരു ചോദ്യചിഹ്നം കൂടിയാണ്. അത് എല്ലാവരും മൈൻഡ് സെറ്റിൽ വെക്കണം. സോ ഫോറക്സിലോട്ടും ക്രിപ്റ്റോയിലോട്ടൊക്കെ പോകുമ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യതയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മൾ ഇന്ന് കൊണ്ടുപോയിട്ട് ഒരു 50,000 രൂപ ഇട്ട് ട്രേഡ് ചെയ്യാണ്, ഈ പ്ലാറ്റ്ഫോം നാളെ ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ പ്ലാറ്റ്ഫോം വിശ്വാസ്യത ഉറപ്പുവരുത്തി കൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ ക്യാപിറ്റലിന്റെ ഫുള്ളായിരിക്കരുത്. അത് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ ഒരു 5%, 10% താഴെയോ, എൻ്റെ കേസിലൊക്കെ ഞാൻ 3% താഴെ ഉപയോഗിക്കുന്നു. അങ്ങനെ റിസ്ക് ഡിഫൈൻ ചെയ്ത് മാത്രം ചെയ്യും. ഒരു ട്രേഡിംഗ് ഒരു പ്രധാന വരുമാന മാർഗമായി കാണുന്ന ഒരാള് എത്രത്തോളം ബാക്കപ്പ് പ്ലാൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്കൊരു മാസം ജീവിക്കാൻ 1 ലക്ഷം രൂപ വേണമെങ്കിൽ അതെന്റെ ട്രേഡിങ്ങിന്റെ ഒരു ക്യാപിറ്റലിന്റെ ഒരു 1% ആണെന്ന് ഉറപ്പുവരുത്തണം. ഇതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ഫുൾ ടൈം ആവണമെങ്കിൽ എനിക്കൊരു 1 CR ക്യാപിറ്റൽ വേണം. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഫുൾ ടൈം ആവണം, മാസം 1 ലക്ഷം രൂപ വേണം. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഈ നമ്പർ സിസ്റ്റം ഒന്ന് കൃത്യമായിട്ട് റേഷ്യോയിൽ സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ചിലവ് എത്രയാണെന്ന് കാണുക. ഈ ചിലവിനുള്ളൊരു 3 മാസമെങ്കിലും, 6 മാസമാണ് പറയുക, 3 മാസമുള്ള ക്യാഷെങ്കിലും ബാക്കപ്പ് പ്ലാനിൽ വെക്കുക. എന്നിട്ട് 1% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു ഉറപ്പ് വരുത്തുക. എന്നിട്ട് ട്രേഡിങ്ങിലോട്ട്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, ഇൻവെസ്റ്റ്മെന്റ് ആണോ ട്രേഡിംഗ് ആണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ചെയ്യേണ്ടത്? കാരണം സാർ ഈ സെഷനിലൊക്കെ ട്രേഡിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് സംസാരിച്ചത്. അല്ല, ഞാൻ ആദ്യത്തെ സെഷനിൽ തന്നെ പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രേഡിംഗ് എന്നാണ്. ഇൻവെസ്റ്റ്മെന്റ് മാൻഡേറ്ററി ആണ്, അത് ഓപ്ഷൻ അല്ല. നമ്മളിവിടെ ജനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം പുതിയ സൊസൈറ്റിയിൽ നമുക്ക് സർവൈവ് ചെയ്യണം, നമുക്ക് റിട്ടയർഡ് ആവണം. സോ ഇൻവെസ്റ്റ്മെന്റ് മാൻഡേറ്ററി ആണ്. നിങ്ങളും നമ്മളും ഇപ്പൊ ഏത് ജോലി ചെയ്യുന്ന ഒരാളും ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും ചെയ്തിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഫിനാൻസിന്റെ മേഖലയിലോട്ട് വന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം, വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഓപ്ഷനിലാണ്. സാറിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ആളുകൾക്ക് സാമ്പത്തിക സാക്ഷരത കൂടുന്നു എന്ന് തോന്നാറുണ്ടോ? ഞാൻ ആദ്യമൊക്കെ സംസാരിക്കുമ്പോൾ 2019 ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളം സാമ്പത്തിക അന്ധവിശ്വാസമുള്ള സ്ഥലമാണെന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വലിയ മാറ്റമൊന്നും വന്നതായിട്ട് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഇന്നും ഒരു MLM സ്കീം വന്നിട്ട് 10,000 രൂപയ്ക്ക് 10,000 രൂപ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങോട്ട് പോകും. പകുതി പൈസയ്ക്ക് ലാപ്ടോപ്പും സ്കൂട്ടറും കൊടുത്തപ്പോൾ പകുതി ആൾക്കാർ പൈസ അവിടെ കൊണ്ടുപോയിട്ടതാണ്. മോറിസ് കോയിൻ ഉൾപ്പെടെയുള്ള പല ബ്രാൻഡുകളും വന്ന് കോടികൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിന്ന് പോയിട്ട് മാസങ്ങളോ വർഷങ്ങളോ മാത്രമായിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള സ്കാമുകൾ ഇനി ഇവിടെ നടക്കും. സോ ക്വിക്ക് മണി വളരെ ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കേരളമാണ്. അത് വീണ്ടും വീണ്ടും നടക്കും. ആ സാമ്പത്തിക സാക്ഷരത വളരെ കുറച്ചേ നമ്മുടെ ആൾക്കാർക്ക് ഉള്ളൂ. ട്രേഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സാർ ഒരു 3 ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ എന്താ പറയുക? ഞാൻ ഇതാ പറയുക, നിങ്ങൾ സ്റ്റാർട്ട് വിത്ത് 1000 rupees, 1000 രൂപ വെച്ച് മാത്രം തുടങ്ങാം. ആദ്യത്തെ 6 മാസം ക്യാപിറ്റൽ കൂട്ടാതിരിക്കുക. നഷ്ടം വന്നോട്ടെ കുഴപ്പമില്ല, 1000 രൂപയല്ലേ നഷ്ടം വരുള്ളൂ.
ഓക്കെ സോ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിന്റെ ഡിസിഷൻ നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ എന്നിട്ട് ക്യാപിറ്റൽ കൂട്ടണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. That's all. താങ്ക് യു സർ.